നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ. പലപ്പോഴും പ്രത്യേകിച്ച് യങ് ഗേൾസിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്ന് സ്കിന്നിൽ റാഷസ്, ചൊറിച്ചിൽ മാതിരി വരിക, തടിപ്പ് വരിക, പെട്ടെന്ന് വെയിറ്റ് കുറയുക, വളരെ വെളുത്തൊരവസ്ഥയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കൊറിയൻ സ്കിൻ മാതിരിയൊക്കെ നമ്മൾ വരുന്നുണ്ടെന്ന്. ഒരിക്കലുമല്ല. ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ അയണിൻ്റെ അളവ് കുറയുന്നു എന്നാണ്. ഇതിന് മേജറായിട്ടുള്ളൊരു കാരണം എന്താണ്? നമ്മുടെ സിപ്പോ എന്ന് പറയും, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റിക് ഓവർഗ്രോത്ത്. നിങ്ങൾ സിബോ കേട്ടിട്ടുണ്ടാവും, സിഫോ കേട്ടിട്ടുണ്ടാവും. പക്ഷേ സിപ്പോ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചെറിയ കുടലിൽ ധാരാളമായിട്ട് വളരുന്നൊരവസ്ഥയാണ്. ഇത് വളരാനുള്ള കാരണം, പ്രത്യേകിച്ചായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റമക്ക് ആസിഡ് കുറവായതുകൊണ്ടാണ്. കാരണം ഈ ആസിഡ് ഉള്ളപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ വിരകളുണ്ടെങ്കിലും ആ ലെവലിൽ തന്നെ അത് നശിച്ചു പോകും. പക്ഷെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് ആസിഡ് സെക്രീഷൻ കുറവാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്മ്യൂൺ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല നമ്മൾ കഴിക്കുന്നത്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, വൃത്തിയില്ലാതെ. പല കുട്ടികളും നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ കൈ കഴുകുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കൈ കഴുകാതെയൊക്കെ ചിലപ്പോൾ ഓടിപ്പോയി ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ മുട്ട ഒക്കെ ചിലപ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ വൻകുടലിലെത്തി അവിടെ പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് ഒരുപാടെണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വേറെ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കാണിക്കണം എന്നില്ല, ചെറിയ ബ്ലീഡായിരിക്കും, നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈസ്നോഫിൽസിൻ്റെ അളവ് നമ്മൾ രക്തത്തിൽ കൂടും. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താ, കുറേ കാലം ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമുക്ക് തുമ്മൽ, ജലദോഷം, അല്ലെങ്കിൽ വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നം, ഒരു വയറുവേദന, അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചൊറിച്ചിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കണ്ടുവന്നേക്കാം. അപ്പോൾ ഇതിന് നമുക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ദഹന പ്രക്രിയ ഓഫ് കോഴ്സ് നമ്മൾ കറക്റ്റ് ആക്കണം. അപ്പോൾ അതിന് മെയിനായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, സമയാസമയങ്ങളിലുള്ള ഭക്ഷണം, നമ്മുടെ കൈ വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ച ശേഷവും വാഷ് ചെയ്യുക, ഭക്ഷണം അടച്ചു വയ്ക്കുക. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെളുത്തുള്ളി ചതച്ച് നമ്മൾ പച്ചയ്ക്ക് തന്നെ ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലിടുക. അപ്പോൾ പലപ്പോഴും നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിട്ട് സോട്ടേ ചെയ്യാതെ അത് ഫ്രഷ് ആയിട്ടൊന്ന് ചതച്ചിട്ട് മുകളിൽ അധികം വേകാത്ത രീതിയിൽ ഇടുക. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വെറും വയറ്റിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല ചതച്ച് അത് കുറച്ച് മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് തേനായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. കാരണം ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പ്പാണ്, നമുക്ക് എളുപ്പം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തങ്ങയുടെ കുരുവാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് പൗഡർ ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ വിരയുടെ മാത്രമല്ല, വിരയുടെ മുട്ട. കാരണം വിര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ മുട്ട അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വീണ്ടും വിരയായിട്ട് വരും. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളീസിൽ നോൺ വെജിറ്റേറിയൻ, നമ്മൾ ഒരുപാട് നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ബീഫ്, പോത്തിറച്ചിയിലും പന്നിയിറച്ചിയിലാണ് ഇത് കൂടുതൽ വരകൾ ഉണ്ടാകുന്നത്. കാരണം അത് ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ ഇത് അവിടെ നിൽക്കും, നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലും. അതും ഇത് പെട്ടെന്ന് നമ്മുടെ കോശങ്ങൾക്ക് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറയട്ടെ, ഇത് നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലല്ല, കോശങ്ങളുടെ പുറത്താണ്, നമ്മുടെ ചെറിയ കുടലിനകത്ത്. അപ്പോൾ നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊളിച്ച് ഇതവിടെ നല്ലതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട, സിപ്പോ ഉള്ളവരാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഇനി നമുക്ക് പ്രിവെൻറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം, അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ലോങ് ടേം നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി പോലെയുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ എത്തിപ്പെടും. താങ്ക് യു.